ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, സന്ധ്യയായപ്പോൾ അവൻ 12 വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളുടെ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. ഓരോരുത്തൻ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവനവരോട്, 12 ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഈ വലിയ അനുഭവം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെസഹ ഒരുക്കുമ്പോൾ യൂദയുടെ ആ ഒറ്റിക്കൊടുക്കലിനെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. ഒരു മറ്റുള്ള മനുഷ്യനെ, കൂടെ നടന്ന തൻ്റെ ബോസിനെ, താൻ അനുഭവിച്ച നന്മകളെല്ലാം അനുഭവിച്ചിട്ട് നക്കപ്പിച്ച കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന പോലെ ഇന്നും ഞാനും നിങ്ങളും നമ്മൾ നന്മകൾ അനുഭവിച്ചിട്ട് നമ്മൾക്ക് നന്മ ചെയ്തവരെ ഒറ്റിക്കൊടുക്കുന്നെങ്കിൽ അതിൽ പരം ഭൗതികമായ ദോഷവും ആത്മീയമായ ദോഷവുമില്ല. അത് യൂദയെപ്പറ്റി കർത്താവിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ല. യേശു പറയുന്നത്, അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. മനുഷ്യനായി ജനിക്കുന്നവന് പറ്റിയ പണിയല്ല അതെന്ന് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ജീവിതം കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവരായിത്തീരുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി ജീവിക്കുവാൻ ഉള്ള ശിഷ്യന്മാരെയാണ് ഇന്ന് ആവശ്യം. യേശു കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ദിനമായി ഇന്ന് തീരട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിനെ ഒറ്റുന്നവരായിട്ടല്ല, യേശുവിന് വേണ്ടി മരിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.